ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് എന്നതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. നോക്കൂ, ഇനി ഇഫ് ഓൾ 3 സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഈക്വൽ എന്ന് വെച്ചിരിക്കുന്നത്. ഇനി 3 ട്രയാങ്കിളിൻ്റെ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വൽ ആയി. ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വൽ ആയാൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പഠിച്ചു അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമായാൽ അത് സമപാർശ്വ ത്രികോണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി 3 സൈഡ്സും ഈക്വൽ ആയാൽ അത് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുക കേട്ടോ. എന്താ പറയുക? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ കേട്ടോ. എ ട്രയാങ്കിൾ വിത്ത് ഓൾ 3 സൈഡ്സ് ഈക്വൽ ഈസ് കോൾഡ് ആൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഈ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 3 സൈഡ്സ് ഈക്വൽ ആണല്ലോ, അതുപോലെ 3 ആംഗിളും ഈക്വൽ ആയിരിക്കും കേട്ടോ. 3 ആംഗിളും എന്താണ്? ഈക്വൽ ആയിരിക്കും. അത് അപ്പോൾ എത്രയാണ്? ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇൻ എനി ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അപ്പം എന്താണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡ്സ്, 3 വശങ്ങൾ തുല്യമായിരിക്കും. പിന്നെന്താണ്? 3 ആംഗിളും എന്താണ്? തുല്യമായിരിക്കും അല്ലേ. അതുപോലെ എന്താണ്? ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. നമുക്കറിയാം എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണെന്നറിയാം അല്ലേ. അപ്പോൾ 3 ആംഗിൾസും കൂടി എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ 3 ആണ് 60 ഡിഗ്രി കേട്ടോ. അപ്പം ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിൽ 3 വശങ്ങൾ തുല്യമായിരിക്കും. അതുപോലെ എന്താ, 3 ആംഗിളും ഓരോന്നും എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എന്താണ്? ഏതൊരു സമഭുജ ത്രികോണത്തിലും കോണുകളെല്ലാം എന്താണ്? 60 ഡിഗ്രി ആയിരിക്കും. 3 വശങ്ങളും തുല്യമായിരിക്കും സമഭുജ ത്രികോണത്തിൽ. പിന്നെ എന്താ പഠിക്കുന്നത്? നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്താ? 2 വശങ്ങൾ തുല്യമാണ്, 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ തുല്യമാണെന്ന് പറഞ്ഞില്ലേ. ഇനി എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് തുല്യമാണോ ചോദിച്ചത്? ആണല്ലോ അല്ലേ. തിരിച്ചും മറിച്ചു അല്ലേ. 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡിൻ്റെ എതിരെയുള്ള കോണുകൾ അല്ലേ. ഇപ്പം എക്സാമ്പിൾ കാണിച്ചു തരാം ടീച്ചർ. നോക്കൂ, ഇത് എന്താണ്? ഈ സൈഡും ഈക്വൽ ആണ് അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ആംഗിൾ തുല്യമാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് തുല്യമാണോ ചോദിച്ചു? ആണ്. തിരിച്ചും മറിച്ച് ആണ് കേട്ടോ. ആംഗിൾ എന്താണ്? 2 ആംഗിൾ തുല്യമാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് തുല്യമായിരിക്കും കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് 2 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സും തുല്യമായിരിക്കും. ഓക്കെ, അതാണ്. ഒരു ത്രികോണത്തിലെ 2 കോണുകൾ തുല്യമാണെങ്കിൽ ഈ കോണുകളുടെ എതിരെയുള്ള വശങ്ങളും തുല്യമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ. ഏത് ഐസോസെലസ് ട്രയാങ്കിളിലോ എന്താണ് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ. ഈ ഐസോസെലസ് ട്രയാങ്കിൾ, അതായത് ഈ നടുക്കുള്ള ഇത് നോക്കണ്ട. നോക്കൂ, ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ. ഈ AB-യും AC-യും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? AC-ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് B-യും അതുപോലെ AB-ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ C-യും ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെ ആവുമ്പോൾ ഇത് തുല്യ ആംഗിൾ അല്ലാത്ത ഈ മൂന്നാമത്തെ ഇതില്ലേ, അതിന് നേരെ താഴോട്ടേക്കൊരു ഇത് വരച്ചാൽ, നേരെ താഴോട്ടേക്ക് എന്താണ്? ഇതിന് നേരെ താഴോട്ടേക്കൊരു ലൈന് വരച്ചാൽ ഈ സൈഡും ഇതും എന്താണ്? സമഭാഗം ചെയ്യും. അതുപോലെ എന്താണ്? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തമായിട്ട് ആംഗിൾ A എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പകുതി, 60ൻ്റെ പകുതി, ഇത് 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും. ഇനി ഇത് ആംഗിൾ A എന്നുള്ളത് എത്രയാണ്? 80 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 80ൻ്റെ പകുതി എത്രയാണ്? 40. അപ്പോൾ ഇത് 40 ആയിരിക്കും, ഇത് 40 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇൻ എനി ഐസോസെലസ് ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ വെർട്ടെക്സ് ജോയിനിങ് ദ ഈക്വൽ സൈഡ്സ് ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് സ്പ്ലിറ്റ് ദിസ് സൈഡ് ആൻഡ് ദി ആംഗിൾ അറ്റ് ദിസ് വെർട്ടെക്സ് ഇൻടു ഈക്വൽ പാർട്സ്. എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ, ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബം ഈ വശത്തെയും ഈ മൂലയിലുള്ള കോണിനെയും സമഭാഗം ചെയ്യുന്നു. അപ്പോൾ തുല്യവശങ്ങൾ ചേരുന്ന മൂല പറഞ്ഞതാ ഇതല്ലേ ആണല്ലോ. ഇത് തുല്യവശമാണ്, ഇത് തുല്യവശം, ഇത് ചേരുന്ന മൂല പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള താഴോട്ടേക്കുള്ള ഇതെന്താണ്?
ഇത് ലംബം ഇങ്ങോട്ട് താഴോട്ട് വരച്ചാൽ അല്ലേ, പെർപെൻഡിക്കുലർ വരച്ചാൽ എന്താണ്, ഇത് മുകളിലുള്ള കോണിനെയും ഈ വശത്തെയും ഇതിപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 അല്ലേ, കറക്റ്റായിട്ട് സമഭാഗം ചെയ്യാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഇത് മൊത്തം 80 ആണെങ്കിൽ ഇത് 40 അങ്ങനെ കറക്റ്റായിട്ട് അല്ലേ, തുല്യ ഐസോസെൽസ് ട്രയാങ്കിൾ നമ്മൾ കറക്റ്റായിട്ട് താഴോട്ടേക്ക് ഒരു ലംബം വരച്ചാൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ എന്താണ്, കറക്റ്റായിട്ട് അതിനെന്താണ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് ഇവിടെ പറയുന്നത് ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിയേ. അപ്പോൾ നമ്മളെന്താണ്, ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്, ഒരു ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കുന്നത് കേട്ടോ. വൺ ആംഗിൾ ഓഫ് എൻ ഐസോസെൽസ് ട്രയാങ്കിൾ ഈസ് 120 ഡിഗ്രി, വാട്ട് ആർ ദ അതർ 2 ആംഗിൾസ്. എന്താണ്, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു ഐസോസെൽസ് ട്രയാങ്കിളിന്റെ ഒരു കോൺ 160 ഡിഗ്രിയാണ്, മറ്റു 2 കോണുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഐസോസെൽസ് ട്രയാങ്കിൾ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ. എന്താണ്, 2 സൈഡ്സ് ഈക്വൽ ആണ്, 2 വശങ്ങൾ ഈക്വൽ ആണ്, അതുപോലെ ആ വശത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എന്താണ് ആംഗിൾ എന്താണ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു എന്താണ് ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാ റഫായിട്ട് നമുക്ക് വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കുക. ഇനി എന്താണ് ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതും ഈ സൈഡും ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്താ പഠിച്ചത്, നേരെ ഈ വശത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈ ആംഗിളും എന്താണ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസെൽസ് ട്രയാങ്കിളിൽ. ഓക്കെ, നിങ്ങൾക്ക് ABCD എന്നൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി എന്താണ്, ഒരു ആംഗിൾ 120 ഡിഗ്രിയാന്ന് പറഞ്ഞു അല്ലേ, 1 ആംഗിൾ 120 ഡിഗ്രിയാന്ന് പറഞ്ഞ്. അങ്ങനെ ആകുമ്പോൾ ഇത് നമ്മൾ 120 ഡിഗ്രിയാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. 120 ചിത്രത്തിൽ അങ്ങനെയല്ല കേട്ടോ, ഞാൻ റഫ് ഫിഗർ വരച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, ഇത് 120 ഡിഗ്രി ആണ് അല്ലേ. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. നമുക്കറിയാം ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 180 മൈനസ് 120 അല്ലേ. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക, 60 അല്ലേ. അപ്പോൾ 60ന്റെ പകുതി എത്ര, 30. അപ്പോൾ ഇത് 30 ആയിരിക്കും, ഇത് 30 ഡിഗ്രി, ഇതും എത്രയാണ്, 30 ഡിഗ്രി അല്ലേ. ഇതും 30 ഡിഗ്രി ആയിരിക്കും. എഴുതിക്കൂടെ നിങ്ങൾക്ക് എങ്ങനെ എഴുതണ്ടേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു 180 മൈനസ് 120/2 ഈക്വൽ ടു 60/2 30 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഓരോന്നും എന്താണ്, ആംഗിൾ B ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ C ഈക്വൽ ടു 30 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്, ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. എന്താണ് പിക്ചറിൽ എന്താണ് ഒരു ട്രയാങ്കിൾ കാണിക്കുന്നുണ്ട് അല്ലേ. സെൻറ്ററിൽ സർക്കിൾ ആൻഡ് 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ അല്ലേ. സെൻറ്ററിൽ ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റും പിന്നെ ഈ സർക്കിളിൽ 2 പോയിന്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നുണ്ട് അല്ലേ. കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. എന്താണ്, അപ്പോൾ അതർ ആംഗിൾസിനും കൂടി ഇത് 60 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ്, ഈ ട്രയാങ്കിളിൻ്റെ മറ്റേ 2 ആംഗിളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ്, ചിത്രത്തിൽ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ 2 ബിന്ദുക്കളും യോജിപ്പിച്ച് എന്താണ് ഒരു ത്രികോണം വരച്ചിരിക്കുന്നത്. ത്രികോണത്തിലെ മറ്റ് 2 കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിച്ചൂടെ നമുക്ക്. നോക്കൂ, ഇത് 60 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ട് സെൻറ്ററിൽ നിന്ന് എന്താണ് സർക്കിളിലേക്കുള്ള ഈ സൈഡ് എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലേ. അതുപോലെ ഈ സെൻറ്ററിൽ നിന്ന് ഇതും സർക്കിളിലേക്കുള്ള അല്ലേ. അപ്പോൾ ഇതും റേഡിയസ് അല്ലേ, ആണല്ലേ. അപ്പോൾ എന്താണ് റേഡിയസ് ആണ്. അപ്പോൾ എന്താണ് 2 വശങ്ങൾ തുല്യമാണ്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇപ്പുറത്തുള്ള ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ നമുക്ക് എന്താ, തുല്യ വശങ്ങൾക്കെതിരെയുള്ള ആംഗിൾസ് എന്താണ് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈക്വലായിട്ടുള്ള സൈഡ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് തുല്യമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് ട്രയാങ്കിൾ ആണല്ലോ, ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താ, 180ന്ന് 60 ഡിഗ്രി കുറയ്ക്കുക. അപ്പോൾ എത്ര, 120 കിട്ടും അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ 120ൻ്റെ പകുതി ചെയ്യുക. അപ്പോൾ 120/2 എത്ര, 60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്, ഇത് 60 കിട്ടി അല്ലേ. ഇത് 60 കിട്ടി, ഇതും എന്താണ് 60 കിട്ടിയോ. യെസ് അല്ലേ. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്താക്കുക, ചിത്രം വരച്ചിട്ട് അതിന് പേരിടുക അല്ലേ. OPQ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ OPQ എന്നല്ലേ. OPയും OQ എന്താണ് തുല്യമാണ്, റേഡിയസ് ഓഫ് ദി സർക്കിൾ അല്ലേ. ഇനി ട്രയാങ്കിൾ OPQയിലെ ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്, കാരണം 2 സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ Pയും ആംഗിൾ Q ഈക്വൽ ആയിരിക്കും. അത് 180 മൈനസ് 60/2. അപ്പോൾ 120/2 60 ഡിഗ്രി അല്ലേ. അപ്പോൾ അത് 60 ഡിഗ്രി. അപ്പോൾ അത് നോക്കിയേ,
അപ്പോൾ 3 ആംഗിൾസ് 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? അത് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്നും അറിയാം അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പിക്ചർ ഷോസ് ദ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. Two of the angles formed by joining these points to the center of circle are also given. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിലെ ഒരു വൃത്തത്തിൽ ഒരു സർക്കിളിൽ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് എന്താണ് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് അല്ലേ? ഈ വൃത്തത്തിൽ ഈ സർക്കിളിൽ 3 പോയിന്റ് വെച്ചിട്ട് എന്താണ് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം വൃത്തത്തിലെ സെന്ററിലെ ബിന്ദുക്കൾ അല്ലേ? സെന്ററിലല്ല, ഈ വൃത്തത്തിലുള്ള സർക്കിളിലുള്ള പോയിന്റ് വൃത്തകേന്ദ്രവുമായി ഉണ്ടാക്കുന്ന 3 കോണുകളിൽ 2 എണ്ണത്തിന്റെ അളവും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇതിന്റെ ഈ 3 ആംഗിൾ സെന്ററിലുള്ള ഇതിലെന്താണ് 3 ആംഗിൾ ഉണ്ട്, അതിൽ 2 ആംഗിൾ എന്താണ് തന്നിട്ടുണ്ട് അല്ലേ? ഇനി എന്താ ചോദ്യം? നമ്മളെ ചോദ്യം എന്താന്ന് നോക്കിയാൽ എന്താണ് ചോദ്യം? കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ അറ്റ് ദ സെന്റർ. സിമ്പിൾ അല്ലേ? സെന്ററിലുള്ള 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനും കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ലാർജ് ഗ്രീൻ ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ. എന്താണ് വൃത്തകേന്ദ്രത്തിലെ 3ാമത്തെ കോൺ കണക്കാക്കുക, വൃത്തത്തിലെ വലിയ പച്ച ത്രികോണത്തിലെ കോണുകളെല്ലാം കണക്കാക്കാൻ അറിയാം. അപ്പോൾ ഈ പച്ച അല്ലേ, ഈ പച്ച ഉള്ളതിലൊക്കെ കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞത്. നോക്കിയേ, നമുക്ക് ഇത് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? നോക്കൂ, ഇതെങ്ങനെയാണ് നമുക്ക് നോക്കുക? ഇത് സെൻറ്ററാണല്ലോ, സെൻറ്ററാണ് അല്ലേ? ഈ സെൻറ്ററിലുള്ളത് നമുക്ക് എന്താ 360 നമുക്ക് ആദ്യമേ അറിയുന്ന സംഭവമാണല്ലേ 360 ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ഇനി ചെയ്യേണ്ടത്? 110 ഇത് 120 ആണല്ലോ. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 360 നമുക്ക് കുറച്ചാൽ മതി. 110 120 എത്രയാണ്? 110 120 230 അല്ലേ? 230. അപ്പോൾ 360 230 അവൻ കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 0. 6 3 പോയാൽ 3, പിന്നെന്താണ് 3 2 പോയാൽ 1. ഇപ്പോൾ ഇത് എത്രയാണ്? ഇത് 130 എന്ന് കിട്ടി. ഇത് 130 കിട്ടി. അപ്പോൾ ഇത് കണ്ടുപിടിച്ചല്ലേ നമുക്ക്? ഓക്കെ. ഇത് നമുക്ക് പല വഴിക്കും കണ്ടുപിടിക്കട്ടെ. ഈ മാത്സ് എന്ന് പറഞ്ഞ പ്രത്യേകത ഉണ്ട്, നമുക്ക് പല ഇതും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇനി ടീച്ചർ ഈ പറയുന്ന മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ പഠിച്ച പല മെത്തേഡ്, നമ്മളിപ്പോൾ പഠിച്ച കുറേ മെത്തേഡുകളില്ലേ, ആ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് എന്താക്കാം ഇത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനി നോക്കിയേ, നമ്മൾ പഠിച്ച സെൻറ്ററിൽ നിന്ന് ഈ എന്താണ് സർക്കിളിലേക്ക് പോകുന്ന ഇതൊക്കെ എന്താ റേഡിയസ് അല്ലേ? അപ്പോൾ ഇത് ഈക്വലാണ്, ഇത് ഈക്വലാണ്, ഇതൊക്കെ റേഡിയസ് ആണ്, റേഡിയസ് ഒക്കെ ഈക്വൽ അല്ലേ? അപ്പോൾ ഈ 3 സൈഡ്സും ഈക്വൽ ആണ്. അത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്താണ് ഈ ട്രയാങ്കിൾ ഒന്ന് എടുക്കാം. ഈ ട്രയാങ്കിൾ എടുക്കാൻ ഓക്കെ, ഇത് നമുക്ക് പേരൊക്കെ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരൊക്കെ കൊടുക്കുക. A B C ഇഷ്ടമുള്ള പേരൊക്കെ കൊടുക്കുക. ഇനി എന്താണ് ഇത് O ആയിട്ട് എടുക്കാം നമുക്ക് കേട്ടോ. ഇത് O ആയിട്ട് എടുക്കുകയാണ് സെൻറ്റർ. അപ്പോൾ ട്രയാങ്കിൾ COBയിൽ ഞാൻ ആദ്യം ഈ ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നോക്കിയേ, ഇവിടെ ഇതെന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണല്ലോ. 2 വശങ്ങൾ തുല്യമാണല്ലോ, ആണല്ലേ? ഈ വശം റേഡിയസ് ആണ്, ഈ വശം റേഡിയസ് അല്ലേ? അപ്പോൾ ഇത് ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എന്താണ് തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാം എന്ത് ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും കൂടി കൂട്ടിയാൽ 180 അറിയാം. അപ്പോൾ 180 ഈ 120 കുറയ്ക്കുക. അപ്പോൾ 180 120 കുറച്ച് കിട്ടുന്ന ഉത്തരത്തിനോട് ഇത് 2 ഈക്വൽ ആയതുകൊണ്ട് ബൈ 2 അങ്ങ് ചെയ്താൽ മതി അല്ലേ? പകുതിയാക്കുക അല്ലേ? അപ്പം 180 120 കുറച്ചാൽ എത്രയാണ്? എത്ര 60 അല്ലേ? 60 അല്ലേ? 60ൻ്റെ പകുതി എത്രയാ? 30. അപ്പോൾ ഇത് എത്ര കിട്ടി നമുക്ക്? ഇത് 30 ഡിഗ്രി കിട്ടിയോ? 30 ഡിഗ്രി കിട്ടി. ഇത് എത്ര കിട്ടി? 30 ഡിഗ്രി കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആ കിട്ടിയ മെത്തേഡൊക്കെ അങ്ങോട്ട് എഴുതി വെക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താക്കി ഈ ട്രയാങ്കിളിൻ്റെ ഇത് കിട്ടിയേ നമുക്ക് പച്ചൻ്റെ മൊത്തം കിട്ടണം, ഈ മൊത്തം കിട്ടണം അല്ലേ? അപ്പം ഇനി ഇത് കിട്ടണം നമുക്ക് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇത് റേഡിയസും ഇതും റേഡിയസ് ആണല്ലോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈ ആംഗിളും ആംഗിൾ എ ട്രയാങ്കിൾ AOCയിൽ എന്താണ് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് 180 110 കുറയ്ക്കുക അല്ലേ? അപ്പോൾ എത്ര 70 കിട്ടും. 70 ഡിവൈഡഡ് ബൈ 2 കിട്ടുക. അപ്പോൾ 35 അല്ലേ? അപ്പോൾ ഇവിടെ 35 കിട്ടിയല്ലോ. ഇവിടെ 35ആയി, ഇവിടെ 35ആയി, ഇവിടെയും 35ആയി അല്ലേ? ഇവിടെയും 35ആയി. ഓക്കെ.
ഇനി നമുക്ക് എന്താണ് ഈ ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണ്, മൊത്തം ആംഗിൾ സി എത്രയാണ്, ഇവിടെ 30 35 അല്ലേ, അപ്പോൾ ഇത് 65 കേട്ടോ. ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്, രണ്ടും കൂടി കൂട്ടിയാൽ മതി 65 ഡിഗ്രി. ഓക്കെ, ആംഗിൾ സി 65 ഡിഗ്രി കിട്ടിയാൽ ഇനി ആംഗിൾ എ കിട്ടണം. ആംഗിൾ എ കിട്ടാൻ ഇതിന് കുറച്ച് ഭാഗമല്ലേ കിട്ടിയുള്ളൂ, ഇനി ഈ ഭാഗം കിട്ടണ്ടേ. അപ്പോൾ ഈ ഭാഗം കിട്ടണമെങ്കിൽ എന്താണ്, നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കുക, ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ നോക്കുക. അതിലെന്താണ്, ഈ രണ്ട് വശങ്ങളും തുല്യമാണ് അല്ലേ, അപ്പോൾ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള രണ്ട് ആംഗിൾ, ഈ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഈ ആംഗിളും ഈ വശത്തിൻ്റെ തുല്യമായ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും തുല്യമായിരിക്കും. ആണല്ലോ, ആണ്. ഇനി എന്താണ്, നമ്മൾ സം ഓഫ് ഓൾ ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ എത്രയാണ്, 180 ആണ്. അപ്പോൾ 180 130 കുറയ്ക്കുക അല്ലേ, ഇവിടെ കിട്ടിയിരിക്കുന്നത് 130 അല്ലേ, അപ്പോൾ 180 130 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്, 180 130 50 അല്ലേ, 50 ഡിവൈഡഡ്, ഇത് രണ്ട് സെയിം ആണല്ലോ. അപ്പോൾ 50ൻ്റെ പകുതിയാക്കുക, എത്ര 25 അല്ലേ. അപ്പോൾ ഇത് 25, ഇത് 25, ഇത് എത്രയാണ് 25 കിട്ടിയപ്പം കിട്ടി അല്ലേ. ഇനി എന്താണ്, നമുക്ക് ആംഗിൾ എ മൊത്തമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മൊത്തം വേണം അല്ലേ, അത് മൊത്തം എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ ആംഗിളും വേണം ഈ ആംഗിളും വേണം. അപ്പോൾ ആംഗിൾ എ = 35 + 25 എത്ര, 35 + 25 35 40 50 60 അല്ലേ. അപ്പോൾ ആംഗിൾ എ എന്ത് കിട്ടി, നമുക്ക് 60 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് ആംഗിൾ ബി കിട്ടണ്ടേ. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ ആംഗിളും കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ 30 + 25 30 + 25 എത്ര, 30 40 50 55 അല്ലേ. അപ്പോൾ ആംഗിൾ ബി എന്ത് കിട്ടി, നമുക്ക് 55 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആംഗിൾ എ = 60 കിട്ടി, ആംഗിൾ ബി = 55 ഡിഗ്രി, ആംഗിൾ സി = എത്ര 65 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇനി ശരിയാണോ നോക്കാം, നമുക്ക് എന്താക്കുക, അതെല്ലാം കൂടി കൂട്ടിയിട്ട് 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ, 65 + 60 എത്രയാണ്, 125 125 + 55 എത്ര, 125 130 130 180 കിട്ടിയല്ലോ. ഓക്കെ, ദെൻ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെ എഴുതുക മക്കളെ, ഇതിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് കേട്ടോ. എങ്ങനെയാണ് അത് കണ്ടുപിടിച്ച് കണ്ടല്ലേ, എ ഒ ബി എ എസ് 360 ഡിഗ്രി എന്നുള്ളത് അല്ലേ. നമ്മൾ പറയുന്ന സെൻറ്റർ എന്താണ്, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ഇപ്പം എന്താ 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 3 ആംഗിളും കൂടി കൂട്ടി 360 ഡിഗ്രി, പിന്നെ ആ തന്നിരിക്കുന്നതിന് കൂട്ടിയിട്ട് 360 കുറയ്ക്കുന്നതാണ് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്താ, കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദ ലാർജ് ഗ്രീൻ ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ അല്ലേ. അപ്പോൾ അത് നമ്മൾ പഠിച്ചില്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, അതാണ് ഈ സ്റ്റെപ്പാക്കി എഴുതിയിരിക്കുന്നത്. ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്, ഇത് രണ്ട് ആംഗിളും കൂടി കൂട്ടിയതാണ് ആംഗിൾ എ അല്ലേ, അതാണ് 35 30 65 ഡിഗ്രി. പിന്നെ ബി എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയതാണ് ആംഗിൾ ബി, അതാണ് ഇവിടെ എന്താണ് 60 ഡിഗ്രി. ഇനി എന്താ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയതാണ് അല്ലേ, 30 25 55 ഡിഗ്രി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ഈച്ച് ഓഫ് ദ ട്രയാങ്കിൾസ് ബിലോ. എന്താണ്, ഓരോ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. ആദ്യം ഈ ട്രയാങ്കിളിൻ്റെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കൂ. ഇത് 5 സെൻറ്റിമീറ്ററും ഇത് 5 സെൻറ്റിമീറ്ററും, അപ്പോൾ ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ എന്താണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ, ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് ഇത്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളെന്താ പഠിച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ചത് എന്താണ്, ഇവിടുന്ന് അതായത് ഈക്വൽ ട്രയാങ്കിൾസ് ഈക്വൽ സൈഡ്സിൻ്റെ ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചാൽ, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ എന്താണ്, അത് ഈക്വൽ പാർട്സ് ആക്കി മാറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ആംഗിളും എന്താണ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ സൈഡ്സ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ സൈഡും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സൈഡും എന്താണ് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇത് 8 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ എന്താണ് ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതെന്തായിരിക്കും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ്, നമുക്ക് എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷന്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ട്രയാങ്കിളുടെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം അല്ലേ, പാദം ഇൻറ്റു ലംബം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഉയരം ഹൈറ്റ് നമുക്ക് അറിയില്ല, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മളെന്താ പൈത്തഗോറസ് തിയറം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. കർണൻ സ്ക്വയർ = പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പഠിച്ചില്ലേ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ ഇക്വേഷൻ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുള്ളൂ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമുക്കിത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് അല്ലേ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ.
അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റുമോ, അവിടെ ബേസ് തന്നിട്ടുണ്ട് എത്രയാണ് 4 ആണ് അല്ലേ. അപ്പം അതുപോലെ എന്താണ് നമുക്ക് കാണേണ്ടത് എന്താണ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസിക്കൽ ടു എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ് അല്ലേ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്താണ് ബേസ് സ്ക്വയർ അല്ലേ. അപ്പം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്താ ഇവിടെ, ഹൈപ്പോട്ടന്യൂസ് എന്താ 5 അല്ലേ. അപ്പോൾ 5 സ്ക്വയർ മൈനസ് എന്താണ് ബേസ് 4 സ്ക്വയർ അല്ലേ. അപ്പം 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ അല്ലേ. 25 മൈനസ് 16, 25 മൈനസ് 16 എന്ന് പറയുമ്പോൾ എത്രയാണ് 25 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 കിട്ടി. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു എന്താണ്, എ ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് പറയാം √9 അല്ലേ. √9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 3 ആണ് അല്ലേ. സെയിം നമ്പറിനോട് ഇൻറ്റു ചെയ്താൽ ആ നമ്പർ ഏതാ നോക്കുക, 3 × 3 ആണല്ലോ 9. അപ്പോൾ ആ 3 ആണ് ഇവിടെ എഴുതുക അല്ലേ. √3 9 ഇതൊക്കെ നമ്മൾ പഠിച്ച സംഭവം കേട്ടോ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് എന്ത് കിട്ടി, 3 കിട്ടിയില്ലേ. അപ്പോൾ ഹൈറ്റ് കിട്ടിയല്ലോ. ഓക്കെ. ഇനി എന്താണ് നമുക്ക് ഹാഫിൻ്റെ ബേസിൻ്റെ ഹൈറ്റ് അല്ലേ. ഹാഫിൻ്റെ ബേസ് എന്താ ഇവിടെ, ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇതാണ് കേട്ടോ. ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത്താണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബേസ് 8 സെൻറ്റിമീറ്റർ തന്നിട്ടില്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു പിന്നെ ഹൈറ്റ് എത്ര നമുക്ക് കിട്ടിയത് 3 അല്ലേ. അപ്പോൾ ഹാഫിൻ്റെ 8 × 3, 8 × 3 24, 24/2 എത്രയാണ് 12, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 4, 4 × 3 എത്രയാണ് 12 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റെപ്പിൽ എഴുതാൻ നോക്കിയാൽ ഇതാ കണ്ടോ, ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ABC എന്ന് കൊടുക്കുക, പിന്നെ D കൊടുക്കുക ഇവിടെ. ഇൻ ട്രയാങ്കിൾ ABD ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്, ഹൈറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കും, ഹൈറ്റ് 3 കിട്ടി അല്ലേ. ഹൈറ്റ് നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ഹൈറ്റ്. ഏരിയ എന്താണ്, ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം അല്ലേ. എന്താ ബേസ് എത്രയാണ് 8 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 × 3 ഇസ് ഈക്വൽ ടു 8ഉം 2ഉം ക്യാൻസൽ ആയ 4 അല്ലേ. അപ്പോൾ 4 × 3 12. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കി ഇതിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് കിട്ടി, നമുക്ക് 12 ഇത് കിട്ടി. ഓക്കെ. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതി. ഇനി നമുക്ക് എന്താണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെന്താ ഐസോസെലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടുന്ന് എന്താണ് സെയിം വശങ്ങളുള്ള അത് കൂട്ടിമുട്ടുന്ന ആ മൂലയിൽ നിന്ന് മറ്റേലേക്ക് ലംബം വരച്ച എന്താണ് ഈക്വലായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന പറഞ്ഞു അല്ലേ. അത് 6 ആണ്. ഇവിടെ എന്താക്കി, ഇവിടെ 3 ആവും അല്ലേ. ഇവിടെ 3 ആവും, ഇവിടെ 3 ആയി അല്ലേ. ഇവിടെ 3. ഈ എന്താക്കണേ നമുക്ക് എന്താക്കാം, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ പൈത്തഗോറസ് തിയറം വെക്കണം ഹൈറ്റ് കിട്ടണമെങ്കിൽ അല്ലേ. നമുക്ക് ഹാഫിൻ്റെ ബേസിൻ്റെ ഹൈറ്റ് അല്ലേ, ഹാഫിൻ്റെ പാദമിൻ്റെ ഉയരമാണല്ലോ. നമുക്ക് എന്ത് ഇതിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ, ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഹാഫിൻ്റെ പാദമിൻ്റെ ഉയരമാണ് അല്ലേ. ഉയരം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ ആ പൈത്തഗോറസ് തിയറം വെക്കണം അല്ലേ. കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ കർണം കിട്ടിയിട്ടുണ്ട്, പാദവും കിട്ടിയിട്ടുണ്ട്. ഇനി ലംബമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ വെച്ച് കാണണം അല്ലേ. എന്നിട്ട് എന്താക്കണം, അപ്പോൾ ഇവിടെ എന്താ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ അല്ലേ. അപ്പോൾ 25 മൈനസ് 9, 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് 16 കിട്ടും അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √16 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കിയത് 3 എന്ന് കിട്ടി അല്ലേ. ഇതും 3 കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസ് എന്താ 6 ആണല്ലോ. ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ഈ അളവാണ് 6 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് 3 അല്ലേ. അപ്പോൾ √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്, √16 4 അല്ലേ ഇരുന്നോ. √16 4 ആണ്. ഇവിടെ 4 ആണ് കേട്ടോ, മാറിപ്പോയി അല്ലേ. ഇവിടെ 4 ആണ്. അപ്പോൾ നമുക്ക് എന്താ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 അല്ലേ. ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 6 ഇൻറ്റു 4 എത്രയാണ് 24 അല്ലേ. 24/2 അല്ലേ. 24/2 എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഇതിൻ്റെ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, തെറ്റിക്കാതെ ചെയ്യുക. അതൊന്ന് ടീച്ചർ ഇതായിപ്പോയതാണ് കേട്ടോ. അപ്പോൾ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഈ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതുക, ഇങ്ങനെ സ്റ്റെപ്പ് എഴുതുക. ഇൻ ട്രയാങ്കിൾ ABD ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇങ്ങോട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, ഇങ്ങോട്ട് ഹൈറ്റ് സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി, √60 ഈക്വൽ ടു 4 കിട്ടി അല്ലേ. ഹൈറ്റ് 4 എന്ന് കിട്ടി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 കിട്ടി.
എന്താക്കുക നമുക്ക് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്താക്കുക 12 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഇനി ക്യാൻസൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ 6 × 4 24/2 ചെയ്യുക. അപ്പോൾ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്യുക. ഇനി ഈ സ്റ്റെപ്പ് തന്നെ ആവണമെന്നില്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പിൽ എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഗിവൺ ദാറ്റ് വൺ ആംഗിൾ ഓഫ് എൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 70 ഡിഗ്രി, വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ അതർ ആംഗിൾസ്? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ദ ഐസോസെലസ് ട്രയാംഗിൾ, അതിൽ ഒരു ആംഗിൾ 70 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് എങ്ങനെയൊക്കെ പറയാമെന്നാണ്. അപ്പോൾ നമുക്കെങ്ങനെ ഒരു ആംഗിൾ മറ്റേ അതർ ആംഗിൾസിനെ കുറിച്ച് എന്ത് പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് 70 ഡിഗ്രിയാണെന്ന് വിചാരിച്ചോ. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്താണ്, ഇത് ആണുള്ള ഐസോസെലസ് ട്രയാംഗിൾ ആണെങ്കിൽ എന്താണ്, ഇത് ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ 150 70 കുറച്ച് 110 കിട്ടും. 110 പകുതിയാക്കി അതെന്ത് കിട്ടും? 55 എന്ന് കിട്ടും. ഇത് 55 കിട്ടി, ഇത് 55 അല്ലേ? ഇത് 55 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഒരു ഇത് അങ്ങനെ പറയാം. ഇനി നമുക്ക് വേറെ മെത്തേഡ് എന്താ പറയുക? വേറെ ഒന്നും കൂടി പറയുന്നത് ഇനി നമുക്ക് 70 ഡിഗ്രി എന്താണ്, ഇത് ഈക്വൽ ട്രയാംഗിൾ ഈക്വൽ സൈഡ്സിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഇത് 70 ആക്കി എടുക്കുക. ഓക്കെ, ഇത് 70 ആക്കി എടുക്കുക വിചാരിച്ചോ. ഇത് 70 ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആക്കി എടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 നമുക്ക് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 140, 180 മൈനസ് 140 എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ ഇത് 40 ഡിഗ്രി എന്ന് പറയാം. ഇനി എന്തെങ്കിലും പറയാൻ പറ്റുമോ? നോക്കൂ. അപ്പോൾ ഇതെങ്ങനെ സ്റ്റെപ്പിൽ എഴുതാൻ നോക്കിയാൽ ഇങ്ങനെ എഴുതാം അല്ലേ? 70 55 55 ഈ ഫണ്ണീക്കൽ ആംഗിൾ 70 ഡിഗ്രി എടുക്കുക. അപ്പോൾ ആംഗിൾ ബി ആംഗിൾ സി എന്താണെന്നുള്ളത് അല്ലേ? അപ്പോൾ 180 കുറച്ച് സ്റ്റെപ്പാക്കി എഴുതുക. അപ്പോൾ ഈക്വൽ ആംഗിൾ 55 ഡിഗ്രി, ഇത് 2 55 ഡിഗ്രി. ഇനി എന്താണ് ഈക്വൽ ആംഗിൾ 70 ഡിഗ്രി ആക്കി എടുക്കുക. അപ്പോൾ അൺഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ഇങ്ങനെ വെച്ചിട്ട് അല്ലേ? 180 ഇത് രണ്ടും കൂടി കൂട്ടി കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 40 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പോൾ 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ കോൺ 70 ഡിഗ്രിയാണ്. മറ്റു രണ്ട് കോണുകളെ കുറിച്ച് എന്തൊക്കെയാണ് പറയാമെന്ന് ചോദിച്ചത് അല്ലേ? അതാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഭാഗം 70 ആക്കി എടുക്കുക. പിന്നെ ഈക്വൽ അല്ലാത്ത ഭാഗം 70 ഡിഗ്രി എടുക്കുക കേട്ടോ. ഈക്വൽ അല്ലാത്ത ഭാഗം 70 എടുക്കുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഭാഗം കണ്ടുപിടിക്കണം അല്ലേ? രണ്ടും സെയിം ആണ്. ഈക്വൽ ആയിട്ടുള്ള ഭാഗമാണ് 70 എടുക്കുന്നത്. രണ്ടും 70 എടുത്തിട്ട് മറ്റേത് കണ്ടുപിടിക്കുക. അൺഈക്വൽ ആയിട്ടുള്ള ഭാഗം കണ്ടുപിടിക്കുക കേട്ടോ. Then അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഹൗ മെനി നോൺ ഈക്വൽ ഐസോസെലസ് ട്രയാംഗിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 70 ഡിഗ്രി ആൻഡ് വൺ സൈഡ് 8 സെൻറ്റിമീറ്റർ? എന്താണ് ചോദ്യം? ഒരു കോൺ 70 ഡിഗ്രിയും ഒരു വശം 8 സെൻറ്റിമീറ്ററുമായ തുല്യമല്ലാത്ത എത്ര സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റുന്ന? അപ്പോൾ ഒരു ആംഗിൾ 70 ഡിഗ്രി, മറ്റേ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആയ എത്ര ഐസോസെലസ് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റും? തുല്യമല്ലാത്ത എത്ര ഐസോസെലസ് ട്രയാംഗിൾസ്, എത്ര സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും നോക്കിയേ? നമ്മൾ നോക്കിയേ, 70 ഡിഗ്രി ഞാൻ ഇതാക്കി എടുത്തു. മറ്റേത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് 8 സെൻറ്റിമീറ്റർ ആക്കി. തുല്യമല്ലാത്തത് ഉള്ളത് എന്താണ്? ഇതാണുള്ളത്. ഇത് രണ്ട് ഈക്വൽ സൈഡാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണ്? ഐസോസെലസ് ട്രയാംഗിൾ സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ അത് കൂടി ചേർന്നെടുത്തുള്ള കോണാണ് 70 ഡിഗ്രി ആക്കി എടുത്തത്. ഇത് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒന്ന് ഇങ്ങനെ വരയ്ക്കുക. അടുത്തത് ഇങ്ങനെ, ഇതിൻ്റെ എന്താണ്? 8 സെൻറ്റിമീറ്റർ ഈക്വൽ ആയിട്ടുള്ളത് സൈഡ്സ് എടുത്തു. അതിൻ്റെ എന്താണ് ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലം 70 ആക്കി അതും എടുത്തു. പിന്നെ അടുത്ത ഞാൻ എടുത്ത് നോക്കിയേ, 70ഉം 70ഉം ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എടുത്തു. പിന്നെ അതിൻ്റെ ആ സൈഡ് 8 സെൻറ്റിമീറ്റർ ആക്കി വരച്ചു. ഇനിയോ രണ്ട് സൈഡ് എന്താണ്? ഈക്വൽ ആയിട്ടുള്ള 8 സെൻറ്റിമീറ്ററും പിന്നെ അതിൻ്റെ ഇതുള്ള അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 70 ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എന്താണ്? 70 ആക്കി എടുക്കുക. അങ്ങനെ 4 എണ്ണം നമുക്ക് വരയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ ചാപ്റ്റർ തീർന്നു അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഇപ്പോൾ പഠിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താക്കുക, നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകളൊക്കെ നിങ്ങൾ എന്താക്കുക, ഒരു നോട്ട് ബുക്കിൽ ചെറിയൊരു ബുക്ക് എന്താക്കുക, ചെറിയൊരു ബുക്കില്ലേ, അത് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻസും നിങ്ങൾക്ക് മനസ്സിലായ സംഭവങ്ങൾ മാത്സിനായിട്ടുള്ളത് നിങ്ങൾ എന്താക്കുക, തയ്യാറാക്കി ഒരു ബുക്ക് വെക്കുക. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ വെച്ചോളൂ. നിങ്ങൾക്ക് മനസ്സിലായ സംഭവങ്ങൾ ഓരോ സബ്ജക്റ്റിന് വെച്ച ചെറിയ ബുക്കിൽ എന്താക്കുക, എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഐസോസെലസ് ട്രയാംഗിൾ എന്താണെന്നും ഇക്വിലേറ്ററൽ ട്രയാംഗിൾ എന്താണെന്നും പഠിച്ചു അല്ലേ? സമപാർശ്വ ത്രികോണം എന്താണെന്നും സമഭുജ ത്രികോണം എന്താണെന്നും പഠിച്ചു. ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വലും ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കുന്നതാണ് പഠിച്ചത് അല്ലേ? സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യമാണ്, ആ വശങ്ങൾക്ക് തുല്യമായ ഇതിൻ്റെ എതിർ കോണുകളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞ ഐസോസെലസ് ട്രയാംഗിൾ. അപ്പോൾ ആ കിട്ടിയ പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതുപോലെ എന്താണ് ഇക്വിലേറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും 3 വശങ്ങളും ഈക്വൽ ആയിട്ടുള്ളതും 3 ആംഗിൾസ് ഈക്വൽ ആണ്. അതിൽ ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ പഠിച്ചു കേട്ടോ.
അപ്പം കിട്ടിയ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് എന്താക്കുക, ആ ചെറിയൊരു ബുക്കിൽ എഴുതി നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ച സംഭവമാണ് ഇപ്പോൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് എന്താണ് മറന്നു പോകും, ഇത് ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതൊന്ന് മലയാളത്തിലൊന്ന് ജസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമുക്കൊന്ന് എന്താക്കാൻ പറ്റും, പെട്ടെന്ന് ഓർക്കാൻ കഴിയും. അപ്പോൾ സിമ്പിളായി മാറും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ള എന്താണ്, നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നാണെങ്കിലും ഓരോ ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് എന്താക്കുക, കിട്ടിയ പോയിന്റ് ഇപ്പം തന്നെ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ കിട്ടിയ പോയിന്റ് ഉണ്ടാകും. അപ്പം എന്താക്കുക, ആ ബുക്കിൽ എഴുതി വെക്കുക. ഓരോ ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ തുടങ്ങുമ്പം തന്നെ എന്താക്കുക, മനസ്സിലായ കാര്യങ്ങൾ അപ്പം ആ ബുക്കിലേക്ക് എഴുതി വെച്ചാൽ, ഡയറിയിൽ എഴുതി വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ സിമ്പിളായി മാറും കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ടീച്ചർ എന്താക്കുക, അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.